ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയ വള്ളം മറിഞ്ഞു. ഒരാളെ കാണാനില്ല എന്നതാണ് വിവരം. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് വിവരം. നമുക്ക് പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. 7 പേരാണ് ഉണ്ടായിരുന്നത് വള്ളത്തിൽ. അതിൽ 6 പേര് പുറകെ ചെന്നൊരു വള്ളക്കാർ എടുത്ത് രക്ഷപ്പെടുത്തി. പിന്നെ ഒരാൾ മിക്സിംഗ് ആണ്, പല ചന്തയിലുള്ളതാണ്, സുദേവൻ, 70 വയസ്സിൻ്റെ മേളിലുണ്ട്. ആ പ്രതികരണത്തിൽ കുറെ കൂടി വ്യക്തത വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ പ്രതികരണമാണ്. 7 പേരുണ്ടായിരുന്നു, ഒരാളെ കാണാനില്ല എന്നതാണ്. 6 പേരെ മറ്റു വള്ളത്തിൽ പോയി രക്ഷിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. രഘുനാഥ് നാരായണൻ നമുക്ക് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. രഘു, ഈ അപകട വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ ചില വിവരങ്ങളുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്? ഈ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തന്നെ ഔദ്യോഗികമായി, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളും മറ്റും തിരച്ചിലിനൊക്കെ പുറപ്പെട്ടുണ്ടാകുമോ? ഔദ്യോഗികമായ തിരച്ചിൽ എത്രത്തോളം ഉണ്ട്? മറ്റ് വിവരങ്ങൾ എന്താണ്? രതീഷ്, രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഈ വള്ളവും മത്സ്യത്തൊഴിലാളികളും. അധികം ദൂരെ അല്ലാതെ തന്നെ വള്ളം തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. അവിടെ മൊത്തത്തിൽ 7 തൊഴിലാളികളായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. പുറകെ വന്ന വള്ളക്കാർ ബാക്കി 6 പേരെ രക്ഷപ്പെടുത്തി. ഒരാളെ, സുഖദേവ്, പല്ലന സ്വദേശിയായ സുഖദേവിനെയാണ് കാണാതായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് അടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. വലിയ തിരയാണ്, പ്രത്യേകിച്ച് ഇനി ഉച്ചയോടുകൂടി ആകുമ്പോഴത്തേക്ക് വേലിയേറ്റം കൂടി ഉണ്ടാകും. അത് ഈ തിരച്ചിലിനെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം ദിവസം നമുക്കറിയാവുന്നത് കാലവർഷം കനത്തതിൽ പിന്നെ വലിയ തിരയാണ് കടലിലുള്ളത്. പക്ഷേ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോയാൽ മാത്രമേ അവരുടെ ഉപജീവനം നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തൊഴിലാളികൾ പോയത് ചെറിയ വള്ളത്തിൽ. വേഗത്തിൽ തന്നെ അത് മറിയുകയും ചെയ്തു. ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഘു, മറ്റുള്ളവരെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളല്ലേ രക്ഷിച്ചത്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണോ അതോ കുഴപ്പമില്ലാത്ത അവസ്ഥയാണോ? മൊത്തം 7 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്കത്ര കാര്യമായിട്ടുള്ള പരിക്കല്ല. അവിടെ പിന്നാലെ വള്ളം പൊക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വള്ളത്തിൽ വന്ന ആളുകളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. വേഗത്തിൽ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ശരി. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. 70 വയസ്സിന് മുകളിലുള്ള സുദേവൻ എന്നയാളെയാണ് കണ്ടെത്താനുള്ളത്. തെരച്ചിൽ നടക്കുന്നു.